നമസ്കാരം. കൗതുക വാർത്തകളും വിനോദവും വിജ്ഞാനവുമെല്ലാം ഉൾപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഇൻഫോടെയിൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രൈസ്തവരായ നമ്മൾ ഈശോയുടെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും വിശ്വസിക്കുന്നവരാണ്. ഈശോയുടെ മൃതശരീരം കുരിശിൽ നിന്നിറക്കിയ ശേഷം അരിമത്യാക്കാരൻ ജോസഫ് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ പുതിയ കല്ലറയിൽ സംസ്കരിച്ചുവെന്ന് മത്തായി സുവിശേഷകൻ എഴുതിയിട്ടുണ്ട്. ഈശോയെ ആചാരവിധിപ്രകാരം സംസ്കരിക്കുന്ന വേളയിൽ ശരീരം പൊതിയുന്നതിനായി ഉപയോഗിച്ച തുണി ട്യൂറിൻ തിരുക്കച്ച അല്ലെങ്കിൽ ഷൗട്ട് ഓഫ് ട്യൂറിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റലിയിലെ ലസാന്ത സിൻ ഡോൺ ഡി ടോറിനോ എന്നറിയപ്പെടുന്ന ട്യൂറിൻ തിരുക്കച്ച പുരാതനമായ നീളമുള്ള ഒരു ലിനൻ തുണിയാണ്. ഏറ്റവും കൂടുതൽ ഗവേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ട്യൂറിൻ തിരുക്കച്ചയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. മുതൽ ഇറ്റലിയിലെ ടൂറിനിൽ സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് റോയൽ കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്ന ടൂറിൻ തിരുക്കച്ച ഈശോയെ സംസ്കരിക്കുന്ന വേളയിൽ ശരീരം പൊതിയുന്നതിന് ഉപയോഗിച്ച തുണിയെന്ന് വിശ്വസിക്കുന്നു. ഈ തിരുക്കച്ചയുടെ ഇരുഭാഗങ്ങളിലുമായി മങ്ങിയ മനുഷ്യ ശരീരത്തിന്റെ രൂപരേഖയുണ്ട്. മെയ് 28 ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫർ സെക്കാൻഡോ പിയ ആണ് ആദ്യമായി ഈ ഐക്കണിന്റെ ഫോട്ടോ എടുത്തത്. ഇതിൽ 3D ഇമേജുകൾ നിർമ്മിക്കാൻ കഴിവുള്ള ഡിജിറ്റൽ വിവരങ്ങളുണ്ട്. 1976 അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ജോൺ ജാക്സൺ, ഐറിക് ജബ്ബർ, ബിൽ മോട്ടേൺ എന്നീ സഹപ്രവർത്തകരുമായി ചേർന്ന് അമേരിക്കയിലെ പ്രസിദ്ധമായ ലോസ് അലാമോസ് നാഷണൽ ലാബിൽ ഗവേഷണം നടത്തി. ഡിജിറ്റൽ VP8 ഇമേജ് അനലൈസറിൽ ഷ്രൗഡ് ഫോട്ടോ സ്കാൻ ചെയ്യുകയും ചെയ്തു. ധാരാളം ഫോട്ടോകൾ പരീക്ഷിച്ചെങ്കിലും ഈ ഷ്രൗഡ് ഫോട്ടോ ഒഴികെ മറ്റൊന്നിലും 3D ഫലം ലഭിച്ചില്ല. മറ്റ് ഫോട്ടോകൾക്ക് നിഴലുകൾ കാണാമായിരുന്നു, എന്നാൽ ഈ ഫോട്ടോയ്ക്ക് മാത്രം നിഴലുകൾ ഇല്ലായിരുന്നു. ടൂറിൻ ഷ്രൗഡിൽ ചിത്രം രൂപപ്പെട്ടത് യേശുവിൻ്റെ ശരീരത്തിൽ തന്നെയുള്ള പ്രകാശത്തിനാലാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം.
യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രകാശം ഉത്ഭവിക്കുകയും വികിരണം ചെയ്യുകയും ഇമേജ് രൂപപ്പെടുകയും ചെയ്തുവെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നു. പതിനാലടി 5 ഇഞ്ച് നീളവും 3 അടി 7 ഇഞ്ച് വീതിയുമാണ് ഇതിനുള്ളത്. ഉയിർപ്പിന്റെ നിമിഷത്തിൽ ശരീരവും തിരുക്കച്ചയും തമ്മിലുരസി റേഡിയേഷൻ എനർജി ഫോം ചെയ്തതിൻ്റെ ഫലമാണ് ഈ ഇമേജ് എന്നാണ് ജോൺ ജാക്സൺ എന്ന ശാസ്ത്രജ്ഞൻ വിശദീകരിക്കുന്നത്. യേശുവിനെ പൊതിയുവാൻ 2 കച്ചകൾ ഉപയോഗിച്ചതായി വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടിവച്ചിരിക്കുന്നതും അവൻ കണ്ടു. തലയിൽ കെട്ടിയിരുന്ന തൂവാല ഇന്ന് സുഡേരിയം ഓഫ് ഒവീഡോ എന്നറിയപ്പെടുന്നു. മുഖത്തുനിന്ന് വിയർപ്പ് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തൂവാലയാണ് സുഡേരിയം. 2 അടി 3 ഇഞ്ച് നീളവും 1 അടി 9 ഇഞ്ച് വീതിയുമുള്ള രക്തം പുരണ്ട ലിനൻ തുണിയാണ് സ്പെയിനിലെ ഒവീഡോയിലെ സാൻ സാൽവദോർ കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ഈശോയുടെ മുഖം മറച്ചിരുന്ന തൂവാലയായി കരുതുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ നിരീക്ഷണത്തിൽ ഈ ടവലിലെയും ടൂറിൻ ഷ്രൗഡിലെയും രക്തഗ്രൂപ്പ് ഒന്നാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. AB പോസിറ്റീവ് രക്തഗ്രൂപ്പാണ് 2-ലേതും. അതുകൊണ്ടാണ് ഇത് ഈശോയുടെ സംസ്കാരവേളയിൽ ശരീരം പൊതിഞ്ഞ തിരുക്കച്ചയെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത്. നിഷ്ക്രിയ ആർഗോൺ വാതകം നിറച്ച ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് പ്രൊട്ടക്റ്റീവ് കേസിനുള്ളിൽ പൂർണ്ണമായും നീട്ടിവച്ചിരിക്കുകയാണ് ടൂറിൻ ലിനൻ കച്ച. ഏറ്റവുമധികം ഗവേഷണങ്ങൾ നടത്തപ്പെട്ട വസ്ത്രമാണിത്. ലിനൻ തുണിയിൽ എങ്ങനെ ഇത്തരമൊരു ചിത്രം രൂപപ്പെട്ടു എന്നതിന് വിശദീകരണം നൽകാൻ ശാസ്ത്രത്തിനോ ചരിത്രത്തിനോ സാധിച്ചിട്ടില്ല. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ചരിത്രപരമായും ശാസ്ത്രപരമായുമുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ൽ പിയൂസ് 12-ാമൻ മാർപ്പാപ്പ ഇത് വിശുദ്ധ വസ്തുവായി പ്രഖ്യാപിച്ചു. സിസ്റ്റർ മരിയ വിയേറിന ഈ ഇമേജിലുള്ള മെഡൽ നിർമ്മിക്കാനുള്ള ഓതറൈസേഷൻ മിലാനിൽ വെച്ച് നടത്തിയ ക്യൂരിയയിൽ നിന്നും നേടിയെടുത്തു. അങ്ങനെ പിയൂസ് 12-ാമൻ പാപ്പ മെഡൽ അംഗീകരിച്ചു. 1958 ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഫീസ്റ്റ് ആഷ് വെനസ്ഡേയുടെ, അതായത് വിഭൂതിയുടെ തലേ ദിവസമായി പ്രഖ്യാപിച്ചതും
പിയൂസ് 12 മാർപ്പാപ്പയാണ്. 1578 സാവോയിയുടെ ഡ്യൂക്കായിരുന്ന ഇമ്മാനുവേൽ ഫിലിബർട്ട് ആണ് ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിലെ ടൂറിനിലേക്ക് ഈ തിരുക്കച്ച മാറ്റിയത്. വിശിഷ്ട അവശിഷ്ടങ്ങൾ, സുവിശേഷത്തിൻ്റെ കണ്ണാടി എന്നെല്ലാമാണ് 1998 ജോൺ പോൾ 2 മാർപ്പാപ്പ തിരുക്കച്ചയെ വിശേഷിപ്പിച്ചത്. പീഡകൾ സഹിച്ച് കുരിശുമരണം വരിച്ച ഒരു മനുഷ്യന്റെ ഐക്കൺ ആയിട്ടാണ് 2013 പോപ്പ് ഫ്രാൻസിസ് തിരുക്കച്ചയെപ്പറ്റി പരാമർശിച്ചത്. ചാട്ടവാറടിയേറ്റ് രക്തത്തിൽ കുതിർന്ന ശരീരം, മുൾമുടി ധരിച്ച ശിരസ്, ഭാരമുള്ള കുരിശും ചുമന്ന് കാൽവരിയിലെത്തി കുരിശിൽ മരണം വരിച്ചതിന് ശേഷവും വലതുപാർശ്വം കുന്തത്താൽ കുത്തപ്പെട്ടു. അവസാനത്തുള്ളി രക്തം വരെയും ലോകജനതയുടെ രക്ഷയ്ക്കായി നൽകിയ ഈശോയുടെ ഐക്കണാണ് ഇതെന്ന് ക്രിസ്ത്യാനികൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു. ഒരു കലാകാരനും സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു അമാനുഷിക ചിത്രം, ആർക്കും സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത ടൂറിൻ തിരുക്കച്ചയുടെ ഗവേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.